ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഈസ് വേൾഡ്. അപ്പോൾ നമുക്കിന്ന് ഹെന്ന ഉണ്ടാക്കുന്നത് നോക്കാവേ. നാളെ ഹെന്ന ചെയ്യാനായിട്ടാണ് പ്ലാന്. അപ്പോൾ ഇന്ന് നമ്മൾ തലേന്ന് തന്നെ അതിനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് വെക്കാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ ആരെങ്കിലും ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പം ഒരു പാത്രം എടുക്കുക, അതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളത്തിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ചായപ്പൊടിയും 1 ടീസ്പൂണ് കാപ്പിപ്പൊടിയും ഇട്ട് നല്ലവണ്ണം തിളപ്പിച്ച് എടുക്കണം. ഇപ്പോൾ 1.5 ഗ്ലാസ് ഉണ്ടെങ്കിൽ അത് 1 ഗ്ലാസ് ആകത്തക്ക രീതിയിൽ നല്ലവണ്ണം തിളപ്പിക്കുക. അതിൻ്റെ കളറെല്ലാം അതിലേക്ക് ഇറങ്ങണം, ആ വെള്ളത്തിലേക്ക്. അത് കഴിഞ്ഞ് ഈ വെള്ളമാണ് നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് അതിനായിട്ട് ഒരു ഇരുമ്പിൻ്റെ പാത്രം എടുക്കുക. ഇരുമ്പിൻ്റെ പാത്രം എടുത്ത് അതിലേക്ക് ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണ് ഹെന്ന പൗഡറാണ് ഏകദേശം എടുക്കുന്നത്. അത് ഓരോരുത്തരുടെ ഹെയർ അനുസരിച്ച് നമുക്ക് ഇപ്പം കൂടുതലോ കുറവോ എടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ആ ഒരു ചായവെള്ളം നമുക്ക് അരിച്ചെടുത്ത് ഇതുമായിട്ട് ഈ പൗഡറുമായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം. അപ്പം തലേന്ന് വേണം ഇങ്ങനെ ചെയ്ത് വെക്കാനായിട്ട് കേട്ടോ. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം നമ്മളിങ്ങനെ നല്ലവണ്ണം ഇത് മിക്സ് ചെയ്ത് നമുക്കൊരു കൂട് വെച്ച് ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് നമുക്ക് നല്ലവണ്ണം കവർ ചെയ്ത് ഇതിങ്ങനെ സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇത് തലേന്നാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നെക്സ്റ്റ് ഡേയിൽ നമുക്കത് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ഡേയിൽ നമ്മളിത് അഴിച്ച് നോക്കി നമുക്കൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തു. നമുക്ക് ബീട്രൂട്ട് കളർ ഉള്ളവർക്ക് നമുക്ക് ബീട്രൂട്ട് ഉപയോഗിക്കാം. ഞാനിവിടെ ഇച്ചിരി ബീട്രൂട്ട് എടുക്കുന്നുണ്ട്. ഒരു അരമുറി ബീട്രൂട്ട് എടുത്തു. അത് നല്ലവണ്ണം മിക്സിയിലിട്ട് നല്ലവണ്ണം അടിച്ചെടുത്തു. തൊലിയൊക്കെ കളഞ്ഞിട്ട് മിക്സിയിലിട്ട് നല്ലവണ്ണം അടിച്ചെടുത്തു. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചേർക്കാം, ഇല്ലെങ്കിൽ അത് നമുക്ക് അരിച്ചെടുത്ത് ചേർക്കാം. ഞാനിപ്പോൾ അതുപോലെ തന്നെയാണ് ചേർക്കുന്നത്. അപ്പോൾ അത് മിക്സ് ചെയ്ത് നല്ലവണ്ണം ഇളക്കി വെച്ചു. ഇനി നമുക്ക് വേണ്ടത് നമുക്ക് നാരങ്ങാനീര് വേണം. നാരങ്ങാനീര് ഒരു 3-4 ഡ്രോപ്സ് മതി. ഡ്രോപ്സ് നാരങ്ങാനീര് വേണം. പിന്നെ വേണ്ടത് മുട്ടയാണ്. മുട്ടയുടെ വെള്ള മാത്രമേ ഞാനിവിടെ എടുക്കുന്നുള്ളൂ. മുട്ടയുടെ വെള്ളയും മഞ്ഞയും രണ്ടും കൂടെ എടുക്കാം, ഒരു കുഴപ്പമില്ല. എനിക്ക് മുട്ടയുടെ മണം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ വെള്ളം മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെ 2 ടേബിൾ സ്പൂണ് തൈരും എടുത്തു കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും ഒന്നുകൂടെ നല്ലവണ്ണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് വെച്ച് ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നമ്മൾ മുമ്പ് മൂടിയ കവറില്ലേ, അതുകൊണ്ടൊന്ന് മൂടി വെച്ചു. അപ്പോൾ അരമണിക്കൂറിന് ശേഷം നമുക്കത് തുറന്ന് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഇനിയിപ്പം നമുക്ക് തലയിൽ പുരട്ടാം. അപ്പം തലയിൽ നമ്മൾ ഒരു മിഡിൽ പോർഷനിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓരോ ഇച്ചിരി വീതം നമ്മൾ എടുക്കുക. മൊത്തം നല്ലവണ്ണം പുരട്ടിയിട്ട് നമ്മളിങ്ങനെ റൗണ്ട് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ എല്ലാ സ്ഥലത്തും എത്തണം കേട്ടോ ഈ തലയിൽ. എനിക്ക് ഈ ഫ്രണ്ടിൽ കുറച്ച് സ്ഥലത്ത് കുറച്ച് വെള്ളമുടിയുണ്ട് കേട്ടോ. പ്രായമൊക്കെ ആയില്ലേ. അപ്പം അതും കൂടെയൊക്കെ ഒന്ന് നല്ലവണ്ണം ഇതാക്കി ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് കവർ ഇട്ട് മൂടി വെച്ചിട്ടുണ്ട്. ഇതിപ്പം പ്ലാസ്റ്റിക് കവർ ഇട്ട് മൂടി വെച്ച് 1 മണിക്കൂർ നമ്മൾ ഇരിക്കണം കേട്ടോ. ഇങ്ങനെ കൂടുതൽ മണിക്കൂർ ഇരിക്കുന്നത് അത്രയ്ക്ക് നല്ലതാണ്. അപ്പോൾ ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞ് ഹെയറൊക്കെ മുടിയൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഇതിപ്പം നമ്മളുടെ വീട്ടിലെ ലൈറ്റയിലാണ്. ലൈറ്റയിൽ നല്ലൊരു കളർ കിട്ടിയിട്ടുണ്ട്. അറിയാനായിട്ടില്ല നമ്മൾ ബീട്രൂട്ട് ഇട്ടത്. അപ്പം നല്ലൊരു ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ട്. നല്ല സിൽക്കി ഹെയർ ആയിട്ടുണ്ട്. പിന്നെ ഇതിപ്പം നമ്മൾ സൺലൈറ്റിൽ നമ്മളുടെ ഹെയറാണ്. അത് കണ്ടില്ലേ, നല്ലൊരു ഷെയ്ഡുണ്ട്, ഒരു ബർഗണ്ടി ഷെയ്ഡ് വന്നിട്ടുണ്ട് നമ്മുടെ മുടിക്ക്. അപ്പം നിങ്ങൾ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ഹെന്ന ചെയ്ത് നോക്കണേ. എനിക്കിത് തേച്ച് കഴിയുമ്പോഴേക്കും നല്ല സിൽക്കി ഹെയർ ആയിട്ടുണ്ട്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.